ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. യെസ്, മാരത്തൺ മാരത്തൺ മാരത്തോൺ. അശ്വതി, മാരത്തൺ അശ്വതി, കമോൺ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നൈനിറ്റാൾ ആർമി ക്വാർട്ടേഴ്സ് അല്ല, സോറി, ഗസ്റ്റ് ഹൗസ്. സി ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് നൈനിറ്റാൾ ആർമി അതെ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആർമി റെസ്റ്റ് ആൻഡ് റിക്രൂട്ട് സെന്റർ നൈനിറ്റാൾ. ഒന്നുമില്ല, ആർമിക്കാരുടെ ഗസ്റ്റ് ഹൗസ്. നമ്മൾ നമ്മുടെ അളിയൻ്റെ കെയർ ഓഫിൽ വന്നതാണ്. നോക്കൂ, നേരെ കാണുന്നതാണ് നൈനിറ്റാൾ ലേക്ക്. അടിപൊളി വ്യൂ ആണ്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്, നല്ല സ്റ്റേ, നല്ല ചിൽഡ് ഏരിയ, നല്ല തണുപ്പുണ്ട്. ഒരു ഊട്ടി വൈബ് അല്ലേ? ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടാലും അതെ. ശരിയാ, ബിൽഡിംഗ് മൊത്തം ഊട്ടി മതി. കുറെ കുരങ്ങന്മാർ അവിടെ ഒക്കെ ഉണ്ട്. ഒരു ഫുള്ളായിട്ടൊരു ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു ഫീല്. മറ്റേ കിലുക്കം സിനിമയിലൊക്കെ കാണില്ലേ, ഇങ്ങനത്തെ വീടുകളുടെ ഒക്കെ പോലത്തെ ആ ഒരു ആംബിയൻസാ ചുറ്റും. ഓക്കെ, നല്ല രസമുണ്ട്. ഇത് വലിയ വലിയ ഓഫീസേഴ്സിനുള്ള റൂംസ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഈ ബിൽഡിങ്ങില്. ഇത് വലിയ കറകൊള്ളാം. നമ്മള് താമസിക്കുന്നത് താഴെ, പക്ഷെ നമ്മുടെ മോശമൊന്നുമല്ല, അത് അടിപൊളിയാണ്. എങ്ങനെയൊക്കെ കാണുമ്പോ വിചാരിക്കില്ലേ ആർമിയിലോ അങ്ങനെ മതിയെന്ന് തോന്നി. എനിക്ക് ആയിക്കൂടായിരുന്നാ, എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് ഓടാനൊക്കെ ഉള്ള മടി കൊണ്ട് ഞാൻ പിന്നെ കാര്യം വരുന്നു നമ്മുടെ സർജന്റ് അരുൺ സുകുമാരൻ. അതാണ് ആർമിക്കാർ. കണ്ട 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 ഒരു കിടിലൻ മിററാണത്. പക്ഷെ അവിടെ അകത്താരനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തണുപ്പടിച്ച പ്രാന്താവും. ചേച്ചി വേറെ മുടിയിലാന്ന്. നമുക്ക് ബോട്ടിങ് എപ്പോഴും പോകാം, കാരണം നമ്മുടെ നേരെ ഫ്രണ്ടിന്റെ കാണാണ് ഈ പരിപാടി. നിലവില്ല, നിലവുണ്ടാവില്ല കേട്ടോ, മുങ്ങും. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവിടെ കുറെ പേര് വരുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പറഞ്ഞു തരും. मनसा देवी जो मेन मंदिर मंदिर आ गया। मनसा देवी पे इसको खाली बाहर से दर्शन करने का रहता है। इसमें ये पॉइंट दिखाएगा, उसमें 2 पॉइंट और दिखाएगा। एक सत्यनारायण भगवान का मंदिर दिखाएगा और एक पीको पॉइंट दिखाएगा। आवाज देखो तो आवाज गूंजेगा वहां से। ഫുൾ ഹിന്ദി ഗൈസ്, ഫുൾ ഹിന്ദി. എനിക്കൊന്നും മനസ്സിലായില്ല. ഹിന്ദി പണ്ടറിയാത്തോണ്ട് കുഴപ്പമില്ല. നമുക്ക് ബ്യൂട്ടി ഓഫ് ദി നേച്ചർ കാണാം. അശ്വതി, കിടിലം വെള്ളം. നാളെ ബോട്ടിംഗ് സൂപ്പർ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മള് ബോട്ടിംഗ് കൊണ്ട് പോകണില്ല. നാളെ ആലുവൻ പിന്നെയായിരിക്കും. ഇത് നമ്മള് തുഴഞ്ഞു പോകണം തോന്നുന്നു കേട്ടോ. ഉണ്ടാ? ശരി കേട്ടോ. നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മൾ ഇരുത്തി അവർ കൊണ്ടുപോയിക്കോളും. നല്ല സൗകര്യപ്രദമാണ്. ഇഷ്ടം പോലെ കടകളുണ്ട്. ഇപ്പോൾ കോട ഇറങ്ങിയാണ് അവിടെ കാണാത്തെ. അവിടെ ഒരു പള്ളി, ഒരു പഴയ ഒരു പാരീസിലൊക്കെ ടെമ്പിളിനെ വെച്ചിട്ട് നമ്മൾ പാരീസിലൊക്കെ മറ്റേ പള്ളിയെ പോലെ ലുക്കുള്ള സാധനം കണ്ടിട്ടുണ്ട്. ഇത് ഈ മഞ്ഞ ഇറങ്ങിക്കൊണ്ടൊന്നും വ്യക്തമാകുന്നില്ല. എവിടെ അടിയൊക്കൊന്നല്ല പോയത്, അതല്ല പോയത്, ഡ്യൂക്ക് അല്ല പോയത് കേട്ടോ. അതെ തന്നെ. ഡൽഹി ഇവിടെ നിന്ന് 300 കിലോമീറ്റർ ഉള്ളു ഗൈസ്. ഇവിടെ അടുത്താ. ക്യാമറ എത്ര കിട്ടുമെന്നൊക്കെ അറിയത്തില്ല, പക്ഷെ നന്നായിട്ട് കോട ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അവിടെ പോകുന്നുണ്ടോ കോട? കാറ്റുണ്ട്. ഹായ് സബാഷ്. നിങ്ങൾക്ക് നല്ല ബാർഗെയിൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1600 രൂപയ്ക്ക് നമ്മുടെ 7 സീറ്റർ വണ്ടി കിട്ടുന്നതായിരിക്കും. 7 സീറ്റർ നിങ്ങൾ മറ്റേ ഇന്നോവയും ഫോട്ടോന്നും എക്സ്പെക്ട് ചെയ്യരുത്. മാരുതി ഈക്കോ അപ്പോൾ വരുന്നതായിരിക്കും. 1600 രൂപയ്ക്ക് കയറി നമുക്കിങ്ങനെ ഇവർ ലോക്കൽ എല്ലാം കൊണ്ടാക്കി തരും. സ്വന്തം കാറിൻ്റെ പോവാം. പക്ഷെ സ്വന്തം കാറിൽ പോയ പ്രശ്നം എന്താ വെച്ചാൽ റോഡൊക്കെ ഭയങ്കര ചെറിയ റോഡാണ്. സോ നമ്മൾ കേരളത്തിലുള്ള ഓടിച്ച എക്സ്പീരിയൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും. ഹായ് മമ്മി.
എങ്ങനെ സ്ഥലം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ അല്ലേ? കേട്ടാ മതി. നോക്കൂ, ഇതന്നെ അമ്മ കേട്ടോ. അതല്ല ബാക്കോട്ടൊക്കെയാണ്. നോക്കിങ്ങനെ ഓരോ ദിവസം വന്നതിന് ഇഷ്ടംപോലെ ബോട്ടൊക്കെ ഉണ്ട്. അത് കൊണ്ടുപോകും നമ്മളെ. ഗൈസ്, ഇതാണ് ഹിമാലയം ദർശൻ. എന്താണ് നൈനിറ്റാളിൽ നിന്ന് നോക്കിയാൽ ഹിമാലയം കാണുന്നാണ് പറയുന്നത്. ഇതിൽ കൂടെ വേണമെങ്കിൽ നോക്കാം. 100 രൂപ കൊടുത്താൽ മതി. ഞാനല്ലാണ്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. കുറെ സാധാ മലകൾ മാത്രമേ. അങ്ങ് ദൂരെ ഒരു മല ഒരു അടുത്ത് വെച്ച് കാണിച്ചില്ല. അടുത്ത് കാണുന്ന മല ടെലിസ്കോപ്പ് അതിൽ കൂടെ കാണിച്ചു തരും. അതിന് ഒരാൾക്ക് ആണെങ്കിൽ 100 രൂപ. അതിൻ്റെ ഒരു ആവശ്യമില്ല. 130 രൂപ. ഇവിടെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടിട്ട് അല്ലേ? ഹിമാലയ ദർശനത്തിൽ ഞാനിങ്ങനെ ഒരു റോഡ് സാധനം വെച്ച് കഴിഞ്ഞാൽ കാശുണ്ടാക്കാം. ഇങ്ങനെ ഒരു കൊണ്ടടിക്കാൻ വന്ന വഴിക്ക് ഇത് വിളിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുക. അതിന്റെ വീട് കാശുണ്ടാക്കാം. So guys, this is the 9th view point. See guys, full view കാണാന്നാ പറഞ്ഞിരുന്നത്. മൊത്തം താഴെ ലേക്ക് നമ്മുടെ അവിടെ തന്നെയാണ്. ചുമ്മാ പേരിനോട് നിന്നുള്ളൂ. തടാകം കാണുന്നുണ്ട്. പുള്ളി പറഞ്ഞത് തന്നെ ഇവിടെ എന്നാ ഫുള്ള് കാണാന്ന് പറഞ്ഞു. ഇവിടെ നിന്നാ ഇവിടെ നല്ല ഫോട്ടോ കിട്ടും. യെസ് ഗൈസ്, ട്രൂ. സി ഗൈസ്, അവിടെ മൊത്തം നമുക്ക് നൈനിറ്റാൾ എന്ന് പറഞ്ഞ സ്ഥലം മൊത്തം കാണാം. എനിക്കൊരു വീഡിയോ എടുത്തന്നെ. ഈ വീഡിയോ എനിക്ക് എന്താടാ വീഡിയോ എനിക്ക് ചാനലിടാൻ. നമ്മൾ ലേക്കിന്റെ തൊട്ടടുത്തല്ലായിരുന്നു. യെസ്, നമ്മളതിന് തൊട്ടടുത്ത അവസ്ഥയാണ്. ചുമ്മാ പേരിനോട് കാണുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ മുകളിലെത്തിയോ? ഓ, പുള്ളിയാണ് ഹിമാലയ വ്യൂവിൽ അവിടെ ഒരു ടവർ ഉണ്ട്. ആ ടവറിന് കേബിൾ കാർ ഉണ്ട്. കാറിന് മേളിൽ പോയിട്ട് ഹിമാലയ അടുത്ത് കാണാം. ശരി, എന്തായി ഇതിനെ കുറിച്ച്? സോ നിങ്ങൾ പറ്റിക്കപ്പെടലേ വീണ് പോരുത് ഗൈസ്. ചുപ്പ ഒരു പോയിന്റിൽ കൊണ്ടെടുത്തതാണ് ഹിമാലയ പോയത്. അവിടെ കുറെ ആൾക്കാർ ടെലിസ്കോപ്പ് വെച്ച് നിൽക്കുന്നുണ്ട്. അതിൽ കൂടെ നോക്കി ഹിമാലയം കാണാൻ. ഒരാൾക്ക് 130 രൂപ. ഞങ്ങൾ കുറെ പേര് ഒരാൾക്ക് 100 രൂപ വേണ്ടെന്ന് പറയാൻ. ഇതൊക്കെ നടക്കോ പറയാറില്ല. നമ്മുടെ കാശ്മീരിൽ നിന്ന് ഹിമാലയ അടുത്തുണ്ടാക്കാരാ. പിന്നെ ഇതിന്റെ ആശയം ഉണ്ടോ? അല്ലേ? അല്ല ശരി. So guys, welcome to Woodland Waterfall. അവിടെ ഉണ്ടല്ലേ ബൊട്ടാണിക്കൽ ഗാർഡൻ and day waterfall. അത് വേണേ വാട്ടർഫോൾ ആക്കാലോ. ചുറ്റുകളല്ല, അത് നല്ല ഉറവുള്ള കിട ഉറവുള്ള. Hello guys, see guys. Waterfalls. ഇവിടെ കുറെ പൂമ്പാറ്റയുടെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു. പക്ഷെ 5 മണിക്കുമ്പോ താഴെ ഇറങ്ങണം എന്നാ പറഞ്ഞേ. സോ നമുക്ക് എന്നെ ഓടിച്ചെന്ന് എല്ലാം കണ്ടിട്ട് വേഗം ഇറങ്ങാം. ആ വെള്ളച്ചാട്ടം അടുത്ത് കാണാം. ഹായ് 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 ഹായ്. Wow, what a beautiful place. What a beautiful waterfall. Come on guys, വെളിക്ക് പോ. ഓടിക്കോ. അശ്വതി ഓടിക്കോ. അശ്വതിക്ക് നാളെ തന്നെ മാരത്തോൺ ഉള്ള ഗൈസ്. സോ നിങ്ങൾ മാരത്തോൺ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോടപ്പൊടിയിലെ പോടി വഴി ഉണ്ടാവും. സ്പൈസ് കോസ്റ്റ് മാരത്തോണിന്റെ പോടപ്പൊടിയിലെ പൊടി ഉണ്ടാവും കേട്ടോ. വീണ്ടും അടുത്ത് ആണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയത് ഇതാരെങ്കിലും ചൂട് കാരണതാ. മമ്മി എവിടെ നിന്നു തോന്നുന്നു. ഓടിക്കോ.
ഓടിക്കോ ഓടിക്കോ അശ്വതി ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. യെസ് മാരത്തൺ മാരത്തൺ മാരത്തോൺ അശ്വതി മാരത്തൺ അശ്വതി കമോൺ നിക്കോ വേഗസ് പഴയ ബസ്. ആ ഇടിച്ചോണ്ടിരിക്കല്ലേ സ്മാരകമാണോ നീ ഇടിച്ചോണ്ട് കയറ്റിയാണോ അവിടെ? അയ്യ അവരൊക്കെ അവിടെ എത്തിയുള്ളൂ. വെരി ബെഡല്ലേ അശ്വതി നമ്മൾ ഓടി ഫസ്റ്റ് എത്തി ഗൈസ്. എന്റെ ചേച്ചി ഓടുന്നു. അശ്വതി അല്ലേ ഇവന്റെ ഓണേഴ്സ് വന്നിട്ട് ഇറങ്ങിയാൽ മതിയില്ലേ? ആ നീ പറയണ്ട. ഞാൻ ഇറങ്ങാം. How was the experience? അശ്വതിക്ക് ഓടരുത് എവിടേക്ക്? കയറിപ്പോ കയറിപ്പോ